കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ സുന്ദരകാന്ഡം 4-ാം സർഗം 16-ാമത്തെ ശ്ലോകം നിർത്തിയത്. അപ്പം അതിലെന്താ പറഞ്ഞു വെച്ചാൽ, രാവണ നീ രാക്ഷസനല്ല, രാക്ഷസബുദ്ധി ഉപേക്ഷിക്കൂ. കാരണം നീ രാക്ഷസനാണെങ്കിലും നല്ല കുലത്തിൽ ജനിച്ചതാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസിൻ്റെ മകനാണ് നീ. വിശ്രവസിൻ്റെ മകനാണ്. കുബേരൻ നിൻ്റെ സഹോദരനാണ്. അപ്പം പിന്നെ നല്ല കുലത്തിൽ ജനിച്ച ആളല്ലേ. എന്നാ നീ എന്തിനാ അങ്ങനെ ഈ രാക്ഷസീം ബുദ്ധിയെ ഉപേക്ഷിക്കൂ. അതായത് മൂഢന്മാരാണ് ദേഹത്തിനെ ആത്മാവായിട്ട് ധരിക്കുക. ജ്ഞാനികളോ ദേഹം ഞാൻ എന്ന് പറഞ്ഞാൽ ദേഹമാണെന്ന് ജ്ഞാനികൾക്ക് അറിയാം. ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണെന്ന്. മൂഢന്മാരാണ് ദേഹത്തിനെ ആത്മാവായിട്ട് ധരിക്കണത്. അതുകൊണ്ട് നീ ഈ ദയവ് ചെയ്തിട്ട് നീ ഏതായാലും നീ മൂഢനായാലും ജ്ഞാനിയായാലും രാക്ഷസഭാവത്തെ നീ ത്യജിക്കൂ എന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ ഹനുമാൻ പറയണം നേരിട്ടിട്ടേ. ഇനി 17 ശരീരബുദ്ധീന്ദ്രിയ ദുഃഖ സന്തതിർ നതേ നച ത്വം തവ നിർവികാരത അജ്ഞാനഹേതോശ്ച തഥൈവ സന്തതേരസത്വസ്യാഹ സ്വപതോ ഹി ദൃശ്യവത് ശരീരബുദ്ധീന്ദ്രിയ ദുഃഖ സന്തതി തേ ന. അതായത് ശരീരം, പിന്നെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അത് കാരണം ഉണ്ടാവുന്ന ദുഃഖങ്ങൾ, അതൊന്നും നിനക്കില്ല. തവ നിർവികാരത, നിന്റെ നിർവികാരത്വം ഹേതുവായിട്ട് ത്വം ന നീയ ശരീരമല്ല. സ്വപതഃ ദൃശ്യവത് ഉറങ്ങുന്നവന് കാണാൻ, അതായത് സ്വപ്നം എന്ന പോലെ. അജ്ഞാനഹേതോഹോ അസ്യാസന്തതയെ, ഇതൊക്കെ അജ്ഞാനമാകണം കാരണത്തോടു കൂടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ശരിയാ തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. അസത്വം തഥാ ഏവ, ഇത് അതുപോലെ സ്വപ്നം പോലെ അനിത്യാണ്, അല്ലെങ്കിൽ അയഥാർത്ഥാണെന്ന്. എന്താ പറയുക വെച്ചാൽ, ഈ ആർക്കാണ് സുഖദുഃഖങ്ങളൊക്കെ ഉള്ളത് ചോദിച്ചാൽ, ഈ സ്ഥൂല ശരീരവും ബുദ്ധിയും പിന്നെ ഇന്ദ്രിയങ്ങളും അതിൽ നിന്നുണ്ടാവുന്ന സുഖദുഃഖങ്ങളും കാമക്രോധങ്ങളും ഒക്കെ നിൻ്റെ ആത്മാവിനില്ല. നീ ആത്മാവാണ്. ആ ആത്മാവിന് ഇപ്പറഞ്ഞ ഒന്നുമില്ല. അതായത് ബുദ്ധി ഇന്ദ്രിയങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖമൊന്നും നീയാകുന്ന ആത്മാവിനില്ല. ഈ ശരീരമൊക്കെ യഥാർത്ഥത്തിൽ നീയല്ല രാവണ. എന്താ വെച്ചാൽ നീ ഈ വികാരങ്ങളെയൊക്കെ അതിക്രമിച്ച് അതിനെയൊക്കെ ആ വികാരങ്ങളൊക്കെ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഈ ദേഹത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും സാക്ഷി മാത്രമാണ് നീ. അതായത് ഇപ്പോൾ ബാല്യം കഴിഞ്ഞ് വാർദ്ധക്യം ബാധിച്ചപ്പോഴും ശരീരത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷേ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ആത്മാവാണ്. ഈ സുഖദുഃഖാദികൾ ചിത്തവൃത്തികളും അതൊക്കെ ചിത്തത്തെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ ചിത്തത്തിലാണ് ഈ സുഖദുഃഖവും, പിന്നെ ഈ മനസ്സിലാണ് ഈ സുഖദുഃഖവും ഈ സങ്കല്പ വികല്പങ്ങളും ഒക്കെ. പക്ഷേ ആ ചിത്തം തന്നെ ജഡാണ്. നമുക്ക് തോന്നുകയാണത് വെറും ജഡാണ് ചിത്തം. ആ ചിത്തത്തിനെയും പ്രകാശിപ്പിക്കുന്നതാണ് നീ ആത്മാവ്. രാവണനോട് പറയുക, നിൻ്റെ ചിത്തത്തിൽ വരുന്ന ഈ സങ്കല്പ വികല്പങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ജഡാണ്. ആ ചിത്തമേ ജഡാണ്. അപ്പം അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ വികാരങ്ങളും ജഡാവൂലോ. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിട്ടുള്ള ആത്മാവാണ്. നിനക്ക് വികാരങ്ങളൊന്നുമില്ല. അതായത് നിനക്ക് ഈ കാണുന്നതൊക്കെ നീ സാക്ഷി മാത്രമായിട്ട് കാണുകയാണ്. നീ വേറിട്ടിരിക്കുകയാണ് ഈ ദേഹത്തു നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ.
അപ്പം നീ ആത്മസ്വരൂപനായിട്ടുള്ള നീ ഈ ശരീരബുദ്ധി ഇന്ദ്രിയാദികളിൽ നിന്ന് വേറെ നിൽക്കുന്ന ആളാണെന്ന് നീ മനസ്സിലാക്കൂ. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിനക്ക് ഈ തരത്തിലുള്ള രാമനോടുള്ള ദേഷ്യവും കോപവും ഒക്കെ ഇല്ലേണ്ടിയാവും. അതായത് സുഖദുഃഖാദികളൊക്കെ ആത്മധർമ്മങ്ങളാണ്, ആത്മാവിനുള്ളതാണ് ദുഃഖാദികൾ എന്ന് ധരിക്കണത് തന്നെ നാം ശരിക്ക് പറയാച്ചാൽ അത് വെറും മൂഢത്വമാണ്. സുഖദുഃഖാദികളെയൊക്കെ അതിക്രമിച്ച് അവയ്ക്ക് സാക്ഷിയായിരിക്കണ ആ ജ്ഞാനമൂർത്തിയാണ് നിൻ്റെ ആത്മാവ്. അങ്ങനെ ആയാൽ, അങ്ങനെ നിനക്കൊരു ബോധം വന്നാൽ, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ദേഹമല്ല എന്നുള്ള ബോധം നിനക്ക് വന്നാൽ, ഞാൻ സുഖമുള്ള ആളാണ്, ഞാൻ സുഖം അനുഭവിക്കുന്നു, ഞാൻ ദുഃഖം അനുഭവിക്കുന്നു, ഞാൻ മെലിഞ്ഞ ആളാണ്, ഞാൻ തടിച്ച ആളാണ്, ഇങ്ങനെയുള്ള തോന്നൽ മുഴുവൻ ഇല്ലാതെയാവും. അതായത് ആത്മസ്വരൂപത്തിനെ വിചാരം ചെയ്തറിഞ്ഞ് സാക്ഷാത്കരിക്കാൻ പറ്റാതെ വരുന്ന സ്ഥിതിയാണ് അപ്പം നീ അജ്ഞാനം. അതാണ് അജ്ഞാനം. അജ്ഞാനം, അതായത് അജ്ഞാനം കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ സത്യ തോന്നണത്. ഇതൊക്കെ വെറും രാത്രിയിലത്തെ സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം. നീ ഈ ശരീരമല്ല, ഈ ഇന്ദ്രിയങ്ങളല്ല, ഈ മനസ്സല്ല, ഒന്നുമല്ല. നീ ഇതിൻ്റെ മുഴുവൻ സാക്ഷി മാത്രമായിട്ടുള്ള ആത്മാവ് മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ശരീരബുദ്ധീന്ദ്രിയ ദുഃഖ സന്തതിർ നചത്വം തവ നിർവികാരത അജ്ഞാന ഹേതോശ തഥൈവ സന്തതേ രസത്വമസ്യാഹ സുപതോ ഹി ദൃശ്യവൽ. അതായത് ഈ സുഖദുഃഖാദികളും ഒക്കെ ശരിക്കുള്ളതല്ല എന്ന് നിനക്ക് ബോധ്യവും, നീ ആത്മാവാണെന്ന് ബോധ്യപ്പെട്ടാൽ, നിദ്ര, അതായത് ഉറക്കത്തിൽ സ്വപ്നം എങ്ങനെയാണ് അതുപോലെയാണ് അജ്ഞാനം ഈ ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയാദികളുടെയും തോന്നലിന് കാരണമാക്കണത്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഭ്രമം, മായ എന്ന് പറയുന്നത്. സത്യവസ്തുവിനെ ശരിയായിട്ട് അറിയാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ ഭ്രമം മാറുള്ളൂ. അപ്പോൾ ഈ മിഥ്യാബോധമൊക്കെ നീങ്ങിയിട്ട് നിനക്ക് സത്യാനുഭവം ഉണ്ടാവുമെന്ന് വലിയ വേദാന്തം പറയണം. ഇതം തു സത്യം തവ നാസ്തി വിക്രിയാ വികാരഹേതുർന ച തേ ദ്വയത്വതഃ യഥാ നഭ സർവഗതം ന ലിപ്യതേ തഥാ ഭവാൻ ദേഹഗതോപി സൂക്ഷ്മത. പിന്നെ പറയണം, ഇതം തു സത്യം, ഇതാകട്ടെ നിർവികാരജ്ഞാനസ്വരൂപം എന്നർത്ഥം. ഇത് പറഞ്ഞാൽ എന്താ? ഈ ഇതം തു സത്യം, ഏതാ സത്യം? ആ നിർവികാരമായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപം സത്യമാണ്. തവ, നിനക്ക് അതായത് നിനക്ക് ശരിക്കും നീ ആ സ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമായിട്ടുള്ള സത്യമായിട്ടുള്ള ജ്ഞാനസ്വരൂപമാണ് നീ. നിനക്ക് വിക്രിയ നാസ്തി, നിനക്ക് വികാരങ്ങളില്ല. തേ അദ്വയത്വത, നിനക്ക് അദ്വയഭാവം കാരണം വികാരത്തിന് നീ അദ്വയം, അതായത് ആ രണ്ടാമതൊന്നുമില്ലാത്ത ആത്മാവാണ് നീയെന്ന് അറിഞ്ഞാൽ പിന്നെ വികാരം ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. സർവഗതം നഭ, ഈ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ആകാശം യഥാ ന ലിപ്യതേ, ഏതു പ്രകാരം ആ ആകാശത്തിന് ബന്ധനമില്ലല്ലോ, തഥാ ഭവാൻ, അപ്രകാരം ഭവാനും ദേഹഗത അഭി, ദേഹത്തിൻ്റെ ഇരിക്കുകയാണെങ്കിലും സൂക്ഷ്മത, സൂക്ഷ്മഭാവം ഹേതുവായിട്ട് ന ലിപ്യതേ, ബന്ധമില്ലാന്ന്. അതായത് നീ ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിലും നിനക്ക് യാതൊരു ബന്ധനവുമില്ല. ഏതുപോലെ വെച്ചാൽ ഈ ശരീരം അങ്ങോട്ട് പൊട്ടിയാൽ നീ പരമാത്മാവിൽ ലയിക്കും. ഏതുപോലെ വെച്ചാൽ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വായു ഉണ്ടെന്ന് വെച്ചോളൂ, സ്പേസ്, വായുവല്ല സ്പേസ്. കുടത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ സ്ഥലം, സ്പേസ് ഉണ്ടല്ലോ. ആ കുടാൻ പൊട്ടി എന്താ ഉണ്ടാവുക? ഈ സ്പേസ് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്പേസിൽ അങ്ങോട്ട് ചേരും അല്ലേ?
അതുപോലെയാണ് നമ്മുടെ ആത്മാവ് കുറച്ച് കാലത്തേക്ക് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ അടങ്ങി ശരീരം എടുത്തിട്ട് നമ്മൾ ആത്മാവ് ഇരിക്കുകയാണ്. പക്ഷേ ആ ആത്മാവ് സ്വതന്ത്രമാണ്. ആ പുറത്തുള്ള ഈ ആത്മാവ് തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ ദിക്കിലും അകത്തും പുറത്തുമായിട്ട് നിൽക്കുന്നത്. രണ്ടാമതൊന്നും ഇവിടെ ഇല്ല. ഉണ്ടെന്നുള്ള നമുക്ക് തോന്നലുണ്ടാവണത് വെറും ഭ്രമം. അതാണ് മായ എന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് ഇതാണ് സത്യം. ഈ ജ്ഞാനം, നിർവികാര ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആത്മാവാണ് നീയ്. ആ സത്യസ്വരൂപൻ തന്നെയാണ്. നിനക്ക് അതുകൊണ്ട് ഒരു വികാരം ഇല്ല. ജന്മ ജര മരണാദികളൊന്നും തന്നെ ഇല്ല. ഏക വസ്തു, രണ്ടാമതൊന്നില്ലാത്ത ആ വസ്തുവാണ് നീയ്. അതുകൊണ്ട് നിനക്ക് വികാരം ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്താ വെച്ചാൽ വികാരത്തിന് കാരണം അജ്ഞാനാണ്. അത് സത്യമല്ല. ഏതൊന്നിനാണ് നാശമുള്ളത് അത് സത്യമല്ല, അല്ലേ? എല്ലാ കാലത്തും നാശമില്ല നിൽക്കുന്നതല്ലേ സത്യം. അപ്പോൾ ഞാനാണ് ആത്മാവ്, ഞാൻ ആത്മാവാണെന്ന് അനുഭവപ്പെടുന്നതോടുകൂടി അജ്ഞാനം നശിക്കും. അപ്പോൾ ആ അജ്ഞാനത്തിന് നമ്മളെങ്ങനെ സത്യം എന്ന് പറയുക? അങ്ങനെ പറയാൻ വെച്ചാൽ സ്വപ്നത്തിൽ കണ്ട പോലെയുള്ളൂ. സ്വപ്നം കാണുമ്പോൾ നമുക്കത് ശരിയാ തോന്നും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാലോ അതുപോലെ ഉള്ളൂ ഇത്. ഉണർന്ന സമയത്ത് അത് സത്യമല്ല എന്ന് നമ്മൾ അനുഭവിച്ചറിയണ്ടല്ലോ. സ്വപ്നം കണ്ടു, ആ സമയത്ത് നമുക്കൊരു നരി കടിക്കാൻ വരേണ്ട തോന്നിയാൽ ശരി തന്നെ തോന്നും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മളത് സത്യമായിരുന്നില്ല എന്ന് അനുഭവിച്ചറിയില്ലേ? അതുപോലെയാണ് ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ, ഞാൻ ആത്മാവാണെന്ന് അനുഭവമായാൽ ഈ ദേഹാത്മബുദ്ധി നിൻ്റെ നശിക്കും. ഈ ദേഹമാണ് ഞാൻ എന്നുള്ള അതുണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി നശിക്കും. എപ്പോഴാണ് ഞാൻ ആത്മാവാന്ന് നമുക്ക് ബോധ്യം വരണം വെച്ചാൽ, അതായത് ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിന് സമമായിട്ടോ അതിനെ അതിക്രമിക്കുന്നതോ ആയിട്ടോ രണ്ടാമതൊന്നില്ല എന്നാണ് ശ്രുതി. എന്താ വെച്ചാൽ പറയുന്നുണ്ടല്ലോ, ഏകമേവ അദ്വിതീയം ബ്രഹ്മ നേഹ നാനാസ്തി കിഞ്ചന. ഇത് പറയണ്ടേ, ഏക ഏവം അദ്വിതീയം, രണ്ടാമതൊന്നില്ല. ആ സത്യവസ്തു ആണ് എല്ലാവരുടെ ആത്മാവായിട്ട് വിളങ്ങണ. നീ ആ ആത്മാവാണ്. അതുകൊണ്ട് നീയും അദ്വിതീയനാണ്. അതായത് ഈ ചിത്തത്തിലെ സുഖദുഃഖാദി ബന്ധമൊന്നും ഈ ആത്മസ്വരൂപനെ ബാധിക്കണില്ല. അതൊക്കെ നീ മനസ്സിലാക്കണം. അതായത് നീ ദേഹത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കണമെങ്കിലും സുഖദുഃഖാദികളോടൊന്നും സംബന്ധം ഇല്ലാത്തവനാണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയാണ്. അതായത് ആ ഒരു കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം പുറത്തെ ആകാശവും ഒന്നുതന്നെയാണേ. ആ കുടം പൊട്ടിയാൽ ഒന്നുതന്നെ. വേറെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കുടത്തിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. കുടം പൊട്ടിച്ചാലോ ആ സ്പേസിനെ വേറെ കാണാൻ പറ്റുമോ? പുറത്തുള്ള സ്പേസ് തന്നെയാണ് അകത്ത് കുറച്ച് ആ കുടത്തിൻ്റെ 4 എന്താ പറയുക, ആ വാൾസിനാൽ ചുറ്റപ്പെട്ടു. അതുപോലെയാണ് നമ്മുടെ ആത്മാവ്, പുറത്തുള്ള ആത്മാവ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴാണ് ബോധ്യം വെച്ചാൽ, ഞാൻ ആത്മാവാണെന്ന് ബോധ്യമായ സമയത്ത് നമുക്ക് പിന്നെ ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടും. നീ അദ്വിതീയനാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആർക്ക്? ഇതൊന്നും മനസ്സിലാവില്ല രാവണനെ കാണാൻ. രാവണൻ രജോ ഗുണപ്രധാനിയാണ്. ഇതം തു സത്യം തവ നാസ്തി വിക്രിയാ വികാരഹേതുർന ച തേ ദ്വയത്വതഃ യഥാ നഭ സർവഗതം ന ലിപ്യതേ തഥാ ഭവാൻ ദേഹഗതോപി സൂക്ഷ്മത. ദേഷ്യം വരുന്നതൊക്കെ കേട്ടിട്ടോ. രാവണന് ഇതൊന്നും കേൾക്കണമെന്നില്ലല്ലോ. ദേഹേന്ദ്രിയ പ്രാണശരീര സംഗത സ്വാത്മേതി ബുദ്ധ്യാഖില ബന്ധഭാഗ് ഭവേത് ചിന്മാത്രമേവാഹമജോഹമക്ഷരോ ഹ്യാനന്ദഭാവോഹമിതി പ്രമുച്യതേ. ദേഹേന്ദ്രിയ പ്രാണശരീര സംഗത, ഈ സൂക്ഷ്മ ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഈ സ്ഥൂല ശരീരം, ഇവയോടൊക്കെ ചേർന്ന് നിന്നിട്ട്, അതായത് ഇവൻ സൂക്ഷ്മശരീരത്തിനോട്, സൂക്ഷ്മശരീരം ജഡാണ്. അപ്പോൾ സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കണത് കാരണം അവയിൽ സ്വാത്മായിതി ബുദ്ധിയ, അതൊക്കെ ഞാനാണ് എന്നുള്ള ഒരു വിചാരം വരികയാണ്. അതാണ് ദേഹാഭിമാനം. അഖില ബന്ധഭാഗ് ഭവേത്. അപ്പം നമ്മൾ
എല്ലാ ബന്ധങ്ങളെയും സുഖദുഃഖങ്ങളെയും എല്ലാം നമ്മൾ അനുഭവിക്കും. നമ്മൾ ഈ ദേഹമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ സുഖദുഃഖങ്ങളും മരണ ജരാമൃത്യൊക്കെ അനുഭവിക്കണം. അഹം ചിന്മാത്രം, ഞാൻ ഈ ജ്ഞാനസ്വരൂപനാണ്. അഹം അജ, ഞാൻ ജന്മമില്ലാത്തവനാണ്. അക്ഷര, നാശമില്ലാത്തവനാണ്. അഹം ആനന്ദഭാവ, ഞാൻ ആനന്ദസ്വരൂപനാണ്. ഇതി പ്രമുച്ചതേ എന്ന വിചാരത്താൽ അതിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. എപ്പോഴാണ് നമുക്ക് ദേഹാഭിമാനം ഉണ്ടാവണം വെച്ചാൽ ഈ സൂക്ഷ്മശരീരവും സ്ഥൂലശരീരവും ഇന്ദ്രിയങ്ങളും പ്രാണനൊക്കെ ആയിട്ട് ചേരുകയാണ് ആത്മാവ്. അതിനോട് ചേർന്ന് നിന്നിട്ട് വിചാരിക്കുകയാണ് ഞാനിതാണെന്ന്. അപ്പം നമുക്ക് ഈ ദേഹം ഇന്ദ്രിയങ്ങൾ അനുഭവിക്കണം, എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കണം. പക്ഷെ നേരെ മറിച്ച് ഞാൻ ആ ജ്ഞാനസ്വരൂപനാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ് എന്ന് നമുക്ക് അനുഭവമായോ, അപ്പം നമുക്ക് ഈ ദേഹത്തിന് കൊണ്ടും സൂക്ഷ്മശരീരം കൊണ്ടും സ്ഥൂലശരീരം കൊണ്ടാവുന്ന എല്ലാ ബന്ധനങ്ങളും നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു. എല്ലാവരും ആത്മസ്വരൂപന്മാരാണെങ്കിൽ മുക്തനാവും. എന്താ വെച്ചാൽ ഈ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്ന അതാണ് നമ്മുടെ ഈ ദേഹമൊക്കെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിച്ചു പോവും. ജ്ഞാനം ഉദിച്ചാൽ നമുക്ക് ഈ ദേഹം ഞാനാണെന്നുള്ള തോന്നൽ പോവേ, അതാണ്. പക്ഷേ എന്തുകൊണ്ട് അത് ഉണ്ടാവണം വെച്ചാൽ ഈ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളിലും ഇന്ദ്രിയങ്ങളിലും പ്രാണനിലും ഒക്കെ നമുക്ക് ആസക്തി ഉണ്ടാവുകയാണ്. അപ്പോൾ അതായത് ആത്മാവ് കൂടിയിരിക്കുക, അവയെയൊക്കെ ആത്മാവായിട്ട് അഭിമാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജന്മജരാ മരണാദി സകല ബന്ധങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. ഈ ദേഹാദികളെ ആത്മാവിൽ നിന്ന് വേർതിരിച്ച് അറിയാതിരിക്കണതാണ് അവിവേകം. ഞാൻ ദേഹമാണെന്ന് വിചാരിക്കണത് തന്നെയാണ് അവിവേകം. അതന്നെയാണ് ഈ സംസാരത്തിന് കാരണവും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബദ്ധന്മാരെന്നും അവിവേകികൾ എന്നും സംസാരികളെന്നൊക്കെ പറയണത്. ഇങ്ങനെയുള്ളവരെയാണ്. ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മോചനം ഉണ്ടാവുക? നമ്മളെ ഇന്ദ്രിയങ്ങളിൽ കൂടെയൊക്കെ അറിയുന്നുണ്ടല്ലോ, ആ ജ്ഞാനം തന്നെയാണ് ഞാൻ ആ ഇന്ദ്രിയല്ല. ആ ഇന്ദ്രിയങ്ങളിൽ കൂടി എനിക്ക് ലഭിക്കുന്ന ജ്ഞാനമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ ആ ജ്ഞാനം യാതൊന്നോ ആ ജ്ഞാനം തന്നെയാണ് ഞാൻ ഇന്ദ്രിയാദികളല്ല. ജന്മാദികളുള്ള ജഡശരീരം ഏതൊരു ചൈതന്യത്തെ ആശ്രയിച്ചാണോ നിൽക്കണ ആ ചൈതന്യമാണ് ഞാൻ. ആ ചേതനാ സ്വരൂപനാണ് ഞാൻ ജനിക്കുന്നവനും നശിക്കുന്നവനും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഇങ്ങനെ ആത്മാവിൻ്റെ ആ സച്ചിദാനന്ദ ഭാവത്തിനെ വിചാരം ചെയ്ത് അറിഞ്ഞാൽ നമുക്ക് സംസാരത്തിൽ നിന്ന് മോചനം സിദ്ധിക്കും. രാവണ, വിവേകികളെയാണ് നമ്മൾ മുക്തന്മാരെന്ന് പറയണത്, അവിവേകികളെയാണ് നമ്മൾ സംസാരികൾ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആർക്ക്? പിന്നെ രാവണന്. ദേഹേന്ദ്രിയ പ്രാണശരീര സംഗത സ്വാത്മേതി ബുദ്ധ്യാഖില ബന്ധഭാഗ് ഭവേത് ചിന്മാത്രം മേവാഹം. ഞാൻ ആ ചിന്മാത്രമാണ്, ആ ചിന്മയ സ്വരൂപമാണ് ഞാൻ. ചിന്മാത്രമേവാഹം അജോഹം അക്ഷജോ, എനിക്ക് ജന്മമില്ല, ഞാൻ നാശമില്ല. ഹ്യാനന്ദഭാവോഹമിതി പ്രമുച്യതേ, ആ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞാൽ സകല ബന്ധനങ്ങളിൽ നിന്നും മോചനമായി എന്നാണ് പറഞ്ഞത്. ഒന്നും കൂടി ചെയ്ത് നിർത്താം. ദേഹോപ്യനാത്മാ പൃഥിവീ വികാരജോ ന പ്രാണ ആത്മാനില ഏഷ സഹ മനോപ്യഹങ്കാര വികാര ഏവനോ ന ചാപി ബുദ്ധി പ്രകൃതേർവികാരജാം. പൃഥ്വീ വികാരജ, ഭൂമിയുടെ വികാരത്തിൽ നിന്ന് ജനിച്ചതായ ദേഹ അഭി, അതായത് ശരിക്കും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങളുടെ പരിണാമം കൊണ്ടുണ്ടാവുന്നതാണ് ദേഹം. ഭൂമി എന്ന് പറഞ്ഞുള്ളൂ. ഭൂമിയുടെ വികാരത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ദേഹവും ആത്മാവല്ല. പ്രാണൻ ആത്മാവല്ല.
സ ഏഷ അനിലഹ ഏവ, അത് ഈ വായുവാണ് പ്രാണൻ. മനഹബി, മനസ്സും അഹങ്കാരവികാര ഏവ, അഹങ്കാരത്തിൻ്റെ വികാരം തന്നെ, അതും ആത്മാവല്ല. നോ ആത്മാ, മനസ്സും ആത്മാവല്ല. പ്രകൃതേഹേ വികാരജ ബുദ്ധിയപി, പ്രകൃതിയുടെ വികാരത്തിൽ നിന്ന് ജനിച്ച ബുദ്ധിയും ആത്മാവല്ല, ഒന്നും ആത്മാവല്ല. ന ഇതി എന്ന് പറയുകയാണ്. അതായത് ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരാത്മാവുണ്ട്. എന്താ വെച്ചാൽ ദേഹം ആത്മാവല്ല. ദേഹം ആത്മാവല്ല. ഈ എന്താണ്, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു മുറിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ അഗ്നി ഉണ്ടായി, തീയ് പിടിച്ചു എന്ന് വിചാരിച്ചോളൂ, തീ പിടിച്ചു എന്ന് വിചാരിച്ചോളൂ നമ്മളിരിക്കണ മുറി. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് മരണം, അതായത് തീ നമ്മളെ ദഹിപ്പിക്കുന്നുള്ളൊരു നില വന്നാൽ നമുക്കതിൻ്റെ ഉള്ളിലുള്ള എത്ര വാല്യുബിളായിട്ടുള്ള സാധനങ്ങൾ, വില പിടിച്ച സാധനങ്ങളാണെങ്കിലും അതിനെയൊക്കെ നമ്മൾ ത്യജിക്കും, ഇല്ലേ? എന്നിട്ട് ഓടും. അതായത് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ദേഹം ഇപ്പം ചെയ്യണത് മുഴുവൻ ചെയ്യണത്. അല്ലാണ്ട് ദേഹത്തിന് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഭൂമിയിലുണ്ടാവുന്ന ഈ അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്നും പിന്നെ ഭൂമിയിലുണ്ടാകുന്ന ഈ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിയുടെ വികാരം കൊണ്ടാണ് നമ്മളെ ഈ ദേഹം ഉണ്ടാവണേ. അതൊന്നും ഈ ദേഹം ആത്മാവല്ല. അതുകൊണ്ടാണ് നമ്മൾ മൃതശരീരത്തിന് ദഹിപ്പിച്ച് കളയണത്, അല്ലേ? ദേഹം ആത്മാവല്ല, ഉറപ്പാണ്. കാരണം നോക്കൂ, അതുവരെ നമ്മൾ ഇന്ന ആളാണെന്ന് പറഞ്ഞിരുന്ന ദേഹം അങ്ങനെ പോയി, അത് കഴിഞ്ഞ് നമ്മൾ ദഹിപ്പിക്കണു, ഇല്ലേ? അപ്പം ദേഹം ആത്മാവല്ല. ആ ദേഹത്തിനെ ചലിപ്പിച്ചിരുന്ന ആ ചൈതന്യം വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ദഹിപ്പിക്കണം. ആ ചൈതന്യമാണ് നമ്മളെ. അപ്പോൾ മൃതശരീരത്തിനെ ഭാര്യയും മക്കളും ഒക്കെ ഭയക്കണു, അല്ലേ? എന്നാൽ ഈ ദേഹത്തിന് ചൈതന്യം കൊടുത്തിരുന്ന ചൈതന്യം കൊടുത്തിരുന്ന ആ ശക്തി എവിടെ? അത് പ്രാണൻ പോകുമ്പോൾ അതും പോയി എന്ന് നമ്മൾ പറയും. അപ്പോൾ പ്രാണനും അതല്ല, ആ പ്രാണനെയും കൂടിയും ചലിപ്പിക്കുന്ന ശക്തിയാണ് ആത്മാവ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, പ്രാണൻ പോയി എന്ന് പറഞ്ഞപ്പോൾ പ്രാണൻ അല്ല, ആ പ്രാണനെയും ചലിപ്പിക്കണ ശക്തിയായിരുന്നു ആത്മാവ്. അപ്പോൾ പ്രാണൻ ആത്മാവല്ല, ദേഹം ആത്മാവല്ല. പിന്നെയോ മനസ്സ് ആത്മാവാണോ? അല്ല, മനസ്സും ആത്മാവല്ല. മനസ്സിനെയും ഉണ്ടാക്കുന്നത് ഈ സങ്കല്പ വികല്പങ്ങൾ ഉണ്ടാവുന്ന മനസ്സും ആത്മാവല്ല. അതായത് മനസ്സിനും ആത്മാവ്, അതായത് മരിച്ചു കഴിഞ്ഞാൽ മനസ്സും ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ മനസ്സ് അഹങ്കാരത്തിൻ്റെ വികാരമാണ്, മറ്റത് പഞ്ചഭൂതങ്ങളുടെ വികാരമാണ് ദേഹം. മനസ്സ് അഹങ്കാരത്തിൻ്റെ വികാരമാണ്. അങ്ങനെ ഉള്ള മനസ്സിനെ ആത്മാവാണെന്ന് വിചാരിക്കുന്നതും ശരിക്കും വളരെ അബദ്ധമാണ്. പിന്നെയോ മനസ്സ് ആത്മാവല്ല, ദേഹ ആത്മാവല്ല, ബുദ്ധി ആത്മാവല്ല. ഞാനിത് ചെയ്തു, ഞാനത് അനുഭവിച്ചു, ഇങ്ങനെയുള്ള അനുഭവം ഉള്ള ആ ബുദ്ധി ആത്മാവാണോ? അല്ല. അതായത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൈതന്യം നഷ്ടപ്പെട്ടാൽ ഇതിനെയൊക്കെ ചൈതന്യം നഷ്ടപ്പെട്ടാൽ ബുദ്ധി ഇല്ലല്ലോ. അപ്പോൾ ബുദ്ധിയും ജഡാണ്. ബുദ്ധി അതേ പ്രകൃതിയുടെ വികാരമായിട്ടുള്ള മഹത്വത്തിൽ നിന്ന് ജനിച്ചതാണ്. പിന്നെ മനസ്സ് അഹങ്കാരത്തിൽ നിന്ന്, ബുദ്ധി മഹത്തത്വത്തിൽ നിന്ന് ജനിച്ചതാണ്. അതൊക്കെ ജഡാണ്. ആ ജ്ഞാനശക്തിയെ ഉൾക്കൊള്ളുന്ന ഒരു തത്വമായിട്ടുള്ള ബുദ്ധിക്ക് വികാസവും സങ്കോചമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ മാറ്റങ്ങളുള്ളതൊന്നും ആത്മാവല്ല. അതൊക്കെ വികാരത്തിൻ്റെ ലക്ഷണമാവുകൊണ്ട് ബുദ്ധിയും ആത്മാവല്ല. അപ്പം എല്ലാം പറഞ്ഞു. ബുദ്ധി ആത്മാവല്ല, മനസ്സാത്മാവല്ല, പിന്നെ ഇന്ദ്രിയങ്ങളാത്മാവല്ല, ദേഹമാത്മാവല്ല എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. ഇനി നമുക്ക് നാളെ ചെയ്യാം. ദേഹോപ്യനാത്മാ പൃഥിവീ വികാരജോ ന പ്രാണ ആത്മാനില ഏഷ സഹ മനോപ്യഹങ്കാര വികാര ഏവ നോ ന ചാഭിബുദ്ധി പ്രകൃതേർവികാരജോ. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.